നമ്മളിന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ നമുക്കവിടെ ബലിപീഠം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബലിപീഠം എന്തിനെയായിരിക്കും സൂചിപ്പിക്കുന്നത്? നാം വിശുദ്ധ കുർബാന അർപ്പിക്കാനായി ബലിപീഠത്തിന് ചുറ്റുമാണ് ഒരുമിച്ച് കൂടുന്നത്. നമ്മളുടെ വിശുദ്ധ കുർബാന ആഘോഷത്തിൽ ബലിപീഠം കർത്താവിൻ്റെ കല്ലറയുടെ പ്രതീകമാണ്. അതുമാത്രമല്ല, അത് ഈശോ കുരിശിൽ ബലിയർപ്പിച്ച ഗാഗുൽത്ത മലയുടെ പ്രതീകമാണ്. ഒപ്പം ത്രോണോസ് എന്ന പേരിൽ ബലിപീഠം അറിയപ്പെടുന്നുണ്ട്. ത്രോണോസ് എന്നാൽ സിംഹാസനം എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ സിംഹാസനം. അതായത് ബലിപീഠത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം സന്നിഹിതനാണ്. നമ്മുടെ ബലിപീഠത്തിൽ കുർബാനയുടെ സമയത്ത് വലതുവശത്ത് സുവിശേഷവും ഇടതുവശത്ത് കുരിശും വയ്ക്കാറുണ്ട്. സുവിശേഷം ക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. കുരിശ് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന പുത്രനെയും ഇടതുവശത്തുള്ള പരിശുദ്ധാത്മാവിനെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ബലിപീഠത്തിൽ വൈദികൻ ചുംബിക്കുമ്പോൾ ത്രിയേക ദൈവത്തെ ചുംബിക്കുന്നതിൻ്റെ പ്രതീകമാണത്. ഓരോ തവണ വൈദികൻ ബലിപീഠത്തെ ചുംബിക്കുമ്പോഴും ബലിപീഠത്തോടുള്ള വൈദികൻ്റെ ആത്മബന്ധത്തെയും അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒപ്പം വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ജനങ്ങളുടെ ജീവിതവും ദൈവസന്നിധിയിൽ ബലിയായി മാറാനുള്ളതാണ് എന്നുള്ള ചിന്തയുമാണ് ഇത് നമുക്ക് നൽകുന്നത്. ഒരു വൈദികൻ്റെ ജീവിതം ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്നു. അതുപോലെ തന്നെ ആ ബലിപീഠത്തിൽ നിന്നുള്ള വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമൂഹവും ബലിപീഠത്തോട് തങ്ങളുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുന്നു. വിശുദ്ധ കുർബാന അർപ്പിച്ച് തങ്ങളുടെ അനുദിന ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന എല്ലാവരും അൾത്താരയിൽ അർപ്പിക്കപ്പെട്ട കുർബാന ജീവിതത്തിൽ തുടരുന്നു.